മുമ്പ് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്രമങ്ങളിൽ ജീവിതം ദൈവത്തിൽ അർപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ അവർ ജീവിതം അർപ്പിക്കുകയാണ് ദൈവത്തിൽ. ഇല്ല, ജീവിതമില്ല, ഒരു ജീവിതമില്ല. അതാണ് അർപ്പിക്കൽ. പിന്നെ ദൈവത്തിൻ്റെ വിധിവിലക്കുകളും ഇഷ്ടാനിഷ്ടങ്ങളും അനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഗുരുകുലം എടുക്കുക. ഇവിടുത്തെ ഇതൊന്നും ശരിയല്ല. മുമ്പത്തെ ഗുരുകുലത്തിൽ ചെന്ന് ഗുരുവോടൊപ്പം കൂടി ഗുരുവിനെ പകർന്നെടുക്കുകയാണ് ചെയ്യുന്നവൻ. പിന്നെ അവൻ ജീവിതത്തിൽ വീട്ടിലേക്ക് പോക്കോ കുടുംബം ഒന്നുമില്ല അവന്. എല്ലാം ആ ഗുരുവിൻ്റെ വീട്ടിലുമാണ് താമസം. ഗുരു കൃഷി ചെയ്യുന്നുണ്ടാവും. ഞാൻ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് മുമ്പ്. സെന്ന് ഗുരുക്കൾ. ഒരാൾ പലരും അന്വേഷിച്ച് ദൈവത്തിൽ ചെന്ന് ചേരാൻ, ദൈവത്തിൽ പൂജ പഠി അങ്ങനെ ഓരോന്നേ ചെന്ന് അല്ല ദൈവ ആരാധന പഠിക്കാനും പിന്നെ ദൈവത്തിൽ അർപ്പിക്കാൻ വേണ്ടി ഓരോ ഗുരുക്കന്മാരെടുത്ത് ചെല്ലും. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു ഓശോ പറഞ്ഞ ഒരു കഥയാണ്, അത് പറയാം. അങ്ങനെ ഗുരു അവിടെ ചെന്നപ്പോൾ ഗുരു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഓനവിടെ സറണ്ടർ ആവാൻ, അവിടെ ചേർന്ന് ലയിക്കാൻ വന്ന ഗുരുവിനോട് അവിടെ ഇരുന്നോന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുത്തി. ഗുരു അവിടെ പോയി പറമ്പിൽ കൃഷി ചെയ്യണം, കുച്ചിടിയും മരം കുച്ചിടിയൊക്കെ. അങ്ങനെ അന്ന് ഉച്ചയായി ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് പിന്നെയും ഗുരു പോയിട്ട് പണിയെടുക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരപ്പോൾ ഇപ്പം വിചാരിച്ച് ഗുരു ഇപ്പം എന്നെ അവഗണിക്ക്, എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, മൂപ്പര് പണിയെടുക്കുകയാണ്. ഞാൻ എന്തിനാ വന്നത്? ഇതൊന്നും മൂപ്പര് അവഗണിച്ച് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നാളെ ആവുമായിരിക്കും മൂപ്പരെ പണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടത്ര പഠിപ്പിക്കും. പിറ്റേന്ന് പറയുന്ന പണി. അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്നത് ഗുരുവിന്റെ പണിയെടുക്കുക, പിന്നെ അവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവന് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഗുരു എന്താണ് ചെയ്യുന്നത്, ഗുരുവിന്റെ സ്വഭാവം എന്താ, പ്രവൃത്തി എന്താണ്, എന്തൊക്കെയാണ് എന്നുള്ളത് പകർന്നെടുക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളിൽ പകരാൻ വേണ്ടത്. ഇപ്പം വേറെ എന്തോ പഠിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ആണ് വന്നത്. അതറിയില്ലല്ലോ എന്താണ്. അതന്വേഷിച്ച് അവിടെ കിട്ടും. കൊത്തിക്കോന്നാണ് ഗുരു പറയുന്നത്. കൊത്തിക്കോ, നീ ഇതുപോലെ പകർന്നെടുത്തോ, ഇത് കണ്ടു പഠിച്ചോ, എന്നിട്ട് പകർന്നെടുത്തോ എന്നാണ് ഗുരു കാണിക്കുന്നത്. ഇവൻ അവിടെ നോക്കിയിട്ട് ഇപ്പം വേറൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കാത്തിരിക്കുക. ഇത് പകർന്നെടുക്കല്ല.